നിരന്തരം ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ തളയ്ക്കാൻ ഇപ്പോൾ GCC രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. പോരാത്തതിന് ഇവരുടെ കൂടെ ഇപ്പോൾ 50-ലേറെ മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഈ 50 രാജ്യങ്ങൾ ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. ഇവരെല്ലാം ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തി. ഈ മീറ്റിംഗിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഇസ്രായേലിനെ തളയ്ക്കാനുള്ള നീക്കമെന്ന് പറയുന്നത് നാറ്റോയെ പോലെ, അതായത് യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ച നാറ്റോയെ പോലെ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ തറപറ്റിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറബ് നേഷൻ പറയുന്നത്. നമുക്കറിയാം നാറ്റോ എന്ന് പറയുന്നത് യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും സൈനിക ശക്തികൾ ഒരുമിച്ച് ചേർത്തുള്ള ഒരു വലിയൊരു ഫോഴ്സാണ്. അതുപോലൊരു ഫോഴ്സാണ് ഇപ്പോൾ അറബ് നേഷൻസ് രൂപീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഇതിൽ പാകിസ്ഥാനും തുർക്കിയും അടക്കമുണ്ട് എന്ന് നമുക്കറിയാനായി സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തറിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയത്. ഐക്യ പ്രതികരണം അവതരിപ്പിക്കുന്നതിനായി ഒരു അടിയന്തര യോഗത്തിനായി തിങ്കളാഴ്ച അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി നേതാക്കൾ ദോഹയിലേക്ക് ഒഴുകിയെത്തി. മുന്നോട്ടുള്ള വഴിയിൽ നേതാക്കൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും ഇസ്രായേലിനെതിരെ ഏറ്റവും കുറഞ്ഞ നടപടി മാത്രമേ എടുക്കൂ എന്ന തീരുമാനത്തിലെത്തിയിരുന്നുവെങ്കിലും കൂടുതൽ വ്യക്തമായ ഒരു ഫലം അവർ ഒരു അറബ് സൈനിക സഖ്യത്തിന്റെ ആവിർഭാവത്തിന് തുടക്കമിടുകയാണ് എന്നുള്ളതാണ്. കൂടുതൽ പറയുകയാണെങ്കിൽ അറബ് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമുള്ള ഈജിപ്റ്റ് അറബ് നാറ്റോ എന്ന് വിളിക്കുന്ന നിർദ്ദിഷ്ട സഖ്യം പാകിസ്ഥാനും തുർക്കിയും പങ്കെടുത്ത ഖത്തറിന്റെ ഈ യോഗത്തിൽ മുന്നിലേക്ക് വെച്ചു. ഏക ആണവായുധ മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ അടിയന്തര ഉച്ചകോടിയിൽ മാത്രം പങ്കെടുക്കുക മാത്രമല്ല, മേഖലയിലെ ഇസ്രായേലി പദ്ധതികൾ നിരീക്ഷിക്കാൻ ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഉച്ചകോടിയിൽ പങ്കെടുത്ത തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗൻ ഇസ്രായേലിനെ സാമ്പത്തികമായി ഞെരുക്കണം എന്നുള്ള ആഹ്വാനമാണ് നൽകിയത്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയും നാറ്റോ ശൈലിയിലുള്ള കൂട്ടായ സുരക്ഷാ ചട്ടക്കൂടിനായി വാദിച്ചു. ഏതൊരു അറബ് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിൻ്റെ സുരക്ഷയും സ്ഥിരതയും നമ്മുടെ കൂട്ടായ സുരക്ഷയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് ഇവർ ഊന്നി പറഞ്ഞിരിക്കുന്നത്. അറബ് വസന്തത്തിന് ശേഷം സൗദി അറേബ്യ ആരംഭിച്ച പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സംരംഭം ഭീകരതയ്ക്കെതിരെ 34 രാജ്യങ്ങളുടെ ഇസ്ലാമിക സഖ്യം രൂപീകരിക്കുന്നതായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെക്കുറിച്ച് ആ പദ്ധതി ഇപ്പോൾ വേഗത്തിലാക്കി വരികയാണ്. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകമെമ്പാടുമായിട്ടുള്ള സഖ്യകക്ഷികളുമായിട്ടുള്ള സുരക്ഷാ ഇടപെടൽ നിബന്ധനകൾ പുനഃപരിശോധിക്കുന്ന തിരക്കിലാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. തിങ്കളാഴ്ച ഖത്തർ വിളിച്ചു ചേർത്ത അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടി മിഡിൽ ഈസ്റ്റേൺ ഭൗമരാഷ്ട്രീയത്തിലും സുരക്ഷയിലും ഒരു വലിയ നിമിഷമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നാറ്റോ പോലുള്ള കൂട്ടായ പ്രതിരോധ സംവിധാനത്തിലായുള്ള ഈജിപ്തിന്റെ പുതിയ നീക്കമാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യമൻ സംഘർഷത്തിനും ഐസിസിന്റെ ഉദയത്തിനും ഇടയിൽ 2015 ഷാം എൽ ഷെയ്ഖിൽ നടന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ കെയ്റോ ആദ്യമായി ഇത് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പരമാധികാര ആശങ്കകൾ, പ്രാദേശിക വൈരാഗ്യങ്ങൾ, ലോജിസ്റ്റിക്കൽ തടസ്സങ്ങൾ എന്നിവ കാരണം ഒരു സംയുക്ത അറബ് സേന എന്ന ആശയം വളരെ കാലമായി തളർന്നു കിടക്കുകയായിരുന്നു. എന്നാൽ ഖത്തറിലെ ഇസ്രായേലിന്റെ ആക്രമണമാണ് ഇപ്പോൾ ഇത് വീണ്ടും പൊടി തട്ടിയെടുക്കാനുള്ള അറബ് രാജ്യങ്ങളുടെ കാരണമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.